ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നതെന്നുള്ളത് അറിയാമല്ലോ. 21, 22 അധ്യായങ്ങളിൽ പുതിയ യെരുശലേം, പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരുശലേം ആണ് നാം കാണുന്നത്. ഈ രണ്ട് അധ്യായങ്ങളെ പഠന സൗകര്യത്തിനായിട്ട് 3 ഭാഗങ്ങളായിട്ടാണ് നാം തിരിച്ചത്. ഒന്നാമത്, പുതിയ യെരുശലേമിൽ എത്തുന്ന പൗരന്മാർ ഏത് തരത്തിലുള്ള ആളുകളായിരിക്കും എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഈ പട്ടണത്തിൻ്റെ, പുതിയ യെരുശലേം പട്ടണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് പിന്നെയും രണ്ടാമതൊരു ക്ലാസ്സിൽ നാം ചിന്തിച്ചു. ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ യെരുശലേം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. 22-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് 4 ഉത്തരവാദിത്തങ്ങൾ അഥവാ 4 വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയും അതിൽ ഒന്നാമത്തേത് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ആ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണെങ്കിൽ, ഒന്നാമത്, നാം അവൻ്റെ വചനം പ്രമാണിക്കണം. രണ്ടാമത്, നാം ഉത്തരവാദിത്വ ബോധത്തോടെ വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യണം. മൂന്നാമത്, നാം ജീവിത വിശുദ്ധി കാത്ത് സൂക്ഷിക്കണം. നാലാമത്, നാം കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കണം. നമ്മൾ ചെയ്യേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: വി മസ്റ്റ് കീപ് ദ വേർഡ് ഓഫ് ഗോഡ്, വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സെർവിങ് ദ ലോർഡ്, വി മസ്റ്റ് കീപ്പ് അവർ ലൈഫ്സ് ക്ലീൻ ആൻഡ് വി മസ്റ്റ് കീപ്പ് എക്സ്പെക്റ്റിംഗ് ജീസസ് ടു റിട്ടേൺ. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് വെല്ലുവിളികളായിട്ട്, ഉത്തരവാദിത്തങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അത് 22-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ പഠനത്തിനായിട്ടുള്ളൊരു വിഭജനവും കൂടിയാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഒന്നാമത്തെ കാര്യം പഠിക്കാൻ നമ്മൾ ആരംഭിച്ചിരുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ, നാം അവൻ്റെ വചനം പ്രമാണിക്കണം. നാം അവൻ്റെ വചനം പ്രമാണിക്കണം എന്നുള്ളത് 6-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെയും 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും അധികരിച്ചാണ് നാം ചിന്തിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ 6ഉം 7ഉം വാക്യങ്ങളും 18, 19 വാക്യങ്ങളും നാം ചിന്തിച്ചിരുന്നു. എന്നാൽ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാൻ നമുക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ അവൻ്റെ വചനം പ്രമാണിക്കണം എന്നുള്ള കാര്യം പൂർത്തീകരിക്കുന്നതിനായിട്ട് 22-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും കൂടി നമുക്ക് പരിശോധിക്കാനുള്ളതുകൊണ്ട് ആ വാക്യങ്ങൾ ഇന്ന് നോക്കാം. ആദ്യം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേട്ടിട്ട് നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണു, നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കുകയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അവൻ്റെ വചനം പ്രമാണിക്കുക എന്നുള്ള വിഷയത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യങ്ങളും. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് നാം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം കാണുകയും കേൾക്കുകയും ചെയ്തത് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ ആശ്ചര്യഭരിതനാക്കിയിട്ടുണ്ട്. എക്സൈറ്റഡ് അല്ലെങ്കിൽ അദ്ദേഹത്തെ അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിപ്പോഴും സംഭവിക്കുന്നു. ഒന്നാമത് സംഭവിച്ചതല്ല, പല സന്ദർഭങ്ങളിലും യോഹന്നാനിൽ ആശ്ചര്യം, ആനന്ദം, ആരാധന ഒക്കെ നിറഞ്ഞു വരികയും ചിലപ്പോഴൊക്കെ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ദൂതന്മാരെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സന്ദർഭങ്ങളുണ്ടെങ്കിലും ഒരു പ്രത്യേക സന്ദർഭം 19-ന്റെ 10-ൽ നമുക്ക് കാണാം. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. കണ്ടോ, ഞാൻ അവനെ ദൂതനെയാണ്, അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക. യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ. ഇതേ കാര്യമാണല്ലോ ഇപ്പോൾ ഇവിടെ 8, 9 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോൾ ആദ്യമായിട്ടല്ല യോഹന്നാൻ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ദൂതനെ നമസ്കരിക്കാനായിട്ട് വീഴുന്നത്. ദൂതൻ തടുക്കുന്നുമുണ്ട്, അതരുത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ളതിൻ്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ എന്ന് 19-ാം അധ്യായത്തിലും ഇത് 22-ാം അധ്യായത്തിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് 22-ാം അധ്യായത്തിലെ 8, 9 വാക്യങ്ങളൊന്ന് നോക്കിയാൽ സമാനമായിട്ടുള്ള വാക്യങ്ങളല്ലേ എന്നൊന്നുകൂടെ കാണാനായിട്ട് സാധിക്കും. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ.
കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ 19-ന്റെ 10-ഉം 22-ന്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ സെയിം അല്ലേ? വായിച്ചു കേട്ടപ്പോൾ രണ്ടും ഒരേ കാര്യമാണ്. അപ്പോൾ യോഹന്നാൻ ഇത് പല പ്രാവശ്യം ചെയ്തതാണ് എന്ന് വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ തന്നോട് സംസാരിച്ച ദൈവദൂതൻ്റെ കാൽക്കൽ വീണ് ആ ദൂതനെ നമസ്കരിക്കുന്നു. എന്നാൽ ദൂതൻ യോഹന്നാന് നൽകുന്ന ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൂതൻ യോഹന്നാനോട് പറഞ്ഞത്. ശ്രദ്ധിച്ചോ? ഒന്നാമത്, അതരുത്. 2 ഭാഗത്തും ഉണ്ടായിരുന്നു, അത് അരുത്. ഏതരുത്? അതരുത് എന്ന് പറയുമ്പം ദൂതനെ നമസ്കരിക്കരുത്, ദൂതന്മാരെ ആരാധിക്കരുത്. പലപ്പോഴും നമുക്കൊരു പ്രവണത വരും, കാണുന്നതിനൊക്കെ കയറി ആരാധിക്കുക. അങ്ങനെ ആരാധിക്കാൻ പാടില്ല, അതരുത്. ദൂതന്മാരെ ആരാധിക്കരുത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, പിന്നെ ആരെ ആരാധിക്കണം? 22-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണല്ലോ നമ്മളിപ്പോൾ 8-9 ആണല്ലോ നോക്കുന്നത്. 9-ാം ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. വെരി ഗുഡ്. കണ്ടോ, നമ്മൾ ദൂതന്മാരെ നമസ്കരിക്കരുത്, അത് അരുത്. പിന്നെ ആരെ നമസ്കരിക്കണം? ദൈവത്തിൻ്റെ കൽപ്പന തന്നെ അങ്ങനെയാണ്. നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ ആരാധ്യനായിട്ട്, അല്ലേ? അതല്ലാതെ ഒരു ദൂതനെയോ ഒരാൾ ദൈവത്തെയോ നമ്മളൊരു ആശയത്തെയോ ഒരു സഭയെയോ ഒന്നിനെയും നമസ്കരിക്കാൻ പാടില്ല. ഇപ്പോൾ 3 കാര്യങ്ങൾ. 1, അതരുത്, ദൂതന്മാരെ ആരാധിക്കരുത്. 2, ദൈവത്തെ നമസ്കരിക്കുക. 3, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അതിവിടെ 22-ാം അധ്യായത്തിൽ പ്രത്യേകം എടുത്തു വന്നതാണ്. അത് വായിക്കാൻ നമുക്കൊന്ന്. ഈ പുസ്തകത്തിലെ 10-ാം വാക്യത്തിൽ അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കുകയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ഈ പുസ്തകത്തിലെ, അതായത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനം എന്ത് ചെയ്യരുത്? മുദ്രയിടരുത്. അതെന്തിനാ എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവചനം കൊടുത്തപ്പോൾ ദാനിയേലിനോട് കൽപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രവചനം മുദ്രയിടുക എന്നായിരുന്നു. നാം പുസ്തകത്തിൻ്റെ ആദ്യ പഠനത്തിൽ അതെല്ലാം നോക്കിയിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക ആണ്. അപ്പോൾ അവിടെ പറഞ്ഞത് ഈ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പക്ഷെ യോഹന്നാനോട് പറഞ്ഞത് മുദ്രയിടരുത്. അപ്പോൾ എന്ത് വ്യക്തമായി? അന്ത്യകാലമായി. അന്ത്യകാലം വരെ അടച്ചു മുദ്രയിടാനാണ് ദാനിയേലിനോട് പറഞ്ഞത്. അപ്പോൾ അന്ന് സമയം ആയിട്ടില്ല. എന്നാൽ യോഹന്നാൻ്റെ സമയമായപ്പോഴേക്കും ഇപ്പോൾ ഇത് വെളിപ്പെടുത്തി കൊടുക്കേണ്ട സമയമായതുകൊണ്ടാണ് മുദ്രയിടണ്ട എന്ന് പറഞ്ഞത്. അല്ല, യോഹന്നാൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത തന്നെ, ഡാനിയേൽ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ തലക്കെട്ട് നോക്കിയാൽ ഡാനിയേൽ പ്രവചനം. പക്ഷേ യോഹന്നാന് പ്രവചനമൊന്നല്ല, നമ്മളാ പ്രവചനമാണെന്ന് പറയുന്നത്. യോഹന്നാൻ്റെ പുസ്തകത്തിൻ്റെ പേര് വെളിപ്പാട് എന്നാണ്. അപ്പോൾ വെളിപ്പാടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അനാച്ഛാദനം ചെയ്യുക, മറ നീക്കി കാണിച്ചു കൊടുക്കുക എന്നാണ്. അപ്പോൾ ആ വെളിപ്പാടിൽ വെളിപ്പെടുത്തി കൊടുക്കാത്ത കാര്യങ്ങൾ ഇനി മുദ്രയിടാനായിട്ട് പാടില്ല. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചൊന്ന് പോവുകയാണെങ്കിൽ, തുടങ്ങുന്നത് തന്നെ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. ഈ വാക്യം നമ്മൾ പരിശോധിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇവിടെ അത് കണക്റ്റ് ചെയ്യാൻ വേണ്ടി, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. അപ്പോൾ ഇതിന് ഡിലേ ഇല്ല. ദർ ഈസ് നോ ടൈം ഡിലേ. നമ്മൾ 10-ാം അധ്യായത്തിലും കണ്ടായിരുന്നു, ഇനി കാലം ഉണ്ടാവുകയില്ല. ദർ ഷാൽ ബി നോ മോർ ഡിലേ. അപ്പോൾ ഇനി താമസമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രവചനം മുദ്രയിടരുത് എന്ന് പറഞ്ഞത്. ഇതെല്ലാം വേഗത്തിൽ സംഭവിപ്പാനുള്ളതാണ്. അത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഇത് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ദൈവം യേശുക്രിസ്തുവിന് കൊടുത്തു, യേശുക്രിസ്തു ഒരു ദൂതന് കൊടുത്തു, ദൂതനത് യോഹന്നാന് കൊടുത്തു, യോഹന്നാൻ സഭയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്തു? വെളിപ്പെടുത്തി തന്നു. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രദർശിപ്പിച്ചു എന്നാണ്. ഇതൊരു പ്രദർശനമാണ്. അതുകൊണ്ടിത് പ്രവചനം മാത്രമല്ല. അതുകൊണ്ടാണത് മുദ്രയിടരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം കൂടെ നമ്മൾ വെച്ച് ഈ വചനം ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ തിരുവചനത്തിൻ്റെ സജീവ ഐക്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കണ്ടോ, ഡാനിയേൽ പ്രവചനം
വെളിപ്പാട് പുസ്തകം ഒക്കെ എങ്ങനെയാണ് സജീവമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സജീവ ഐക്യം എന്ന് പറഞ്ഞാൽ ദ ലിവിങ് യൂണിറ്റി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. ദർ ഇസ് എ ലിവിങ് യൂണിറ്റി ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം ജീവിക്കുന്നതായതുകൊണ്ട് അല്ലേ, ദൈവവചനം ജീവനുള്ളതാണ്, അതിനൊരു ലിവിങ് യൂണിറ്റി ഉണ്ട്, അതിനൊരു സജീവമായിട്ടുള്ള ഒരൈക്യം ഉണ്ട്. അപ്പോൾ ഈ പഠനത്തിൽ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അല്ല, എൻ്റെ ബൈബിൾ പഠിപ്പിക്കൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ പഠിപ്പിക്കലിൽ തന്നെ ഉടനീളം അത് കാണാനായിട്ട് സാധിക്കും. എന്താണെന്ന് ചോദിച്ചാൽ, യോഹന്നാനെ നോക്കുക. യോഹന്നാൻ ആത്മപ്രചോദിതനായി പഴയ നിയമത്തിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ ചെന്ന് അവിടെ ഇവിടെയൊക്കെ കാണുന്ന പ്രതീകങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് വന്ന് വെളിപ്പാട് പുസ്തകം പഠിക്കാൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞു ഓർക്കുന്നുണ്ടോ, പഴയ നിയമത്തിൽ നിന്ന് ഒരുപാട് 300-ലധികം പ്രതീകങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുകയാണ്. ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്, മറ്റ് പ്രവചന പുസ്തകങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്, പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇതെന്താണ് നമ്മളെ പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, വചനം വ്യാഖ്യാനിക്കാൻ ഏറ്റവും നല്ലത് വചനം തന്നെയാണ്. വചനം വ്യാഖ്യാനിക്കാൻ നമ്മളുടെ ജ്ഞാനമല്ല, നമ്മുടെ തിയോളജിക്കൽ നോളജ് അല്ല, അല്ലെങ്കിൽ കുറേ പദങ്ങളുടെ അർത്ഥമൊക്കെ വെച്ചിട്ട് കുറേ ഉപദേശങ്ങളും കുറേ ആശയങ്ങളും പറഞ്ഞല്ല ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ്? വചനത്തെ വചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. വചനത്തെ വ്യാഖ്യാനിക്കേണ്ടത് വചനം കൊണ്ട് തന്നെയാണ് എന്നുള്ള മാതൃക യോഹന്നാൻ നമുക്ക് കാണിച്ചു തരുന്നു. അത് നമുക്കൊരു പ്രചോദനമാണ്. യോഹന്നാൻ്റെ ആ മാതൃകയാണ് ബൈബിൾ പഠിപ്പിക്കുന്ന എല്ലാ ആളുകളും അനുകരിക്കേണ്ടത്, അനുവർത്തിക്കേണ്ടത്. വെൻ വി ടീച്ച് ദ ബൈബിൾ ഓർ ഇൻറ്റർപ്രറ്റ് ദ ബൈബിൾ, എങ്ങനെയാണ് അത് ഇൻറ്റർപ്രറ്റ് ചെയ്യേണ്ടത്, ടീച്ച് ചെയ്യേണ്ടത്? വചനത്തിൽ നിന്ന് തന്നെ വചനത്തെ തെളിയിക്കണം. അല്ലാതെ പുറത്തുള്ള വാക്കുകളോ വാക്യങ്ങളോ ആശയങ്ങളോ ചിന്തകന്മാർ പറഞ്ഞതോ ഒന്നും എടുത്തിട്ടല്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദ വേർഡ് ഈസ് ലിവിങ്. ഇത് ജീവനുള്ള വചനമായതുകൊണ്ട് അതിനകത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്. അത് പെറുക്കിയെടുത്ത് അറേഞ്ച്ഡായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് യോഹന്നാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും കൂടാണ് ഇത് മുദ്രയിടരുത് എന്ന് പറഞ്ഞത്. നമുക്ക് മുമ്പോട്ട് പോകാം. 11-ാം വാക്യം നോക്കാം. 22-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മനുഷ്യർ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് അവരുടെ ജീവിത വഴികൾ ഒന്നും മാറ്റണ്ട. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ ആരും ചേഞ്ച് ചെയ്യണ്ട, ആരും ജീവിതം ഒന്നും മാറ്റണ്ട, അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചാൽ മതി എന്ന് പെട്ടെന്നൊരു വായനക്കാരന് വേണമെങ്കിൽ തോന്നാം. അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. അത് നമ്മൾ കൃത്യമായിട്ട് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ സന്ദേശം, സുവിശേഷ സന്ദേശം തന്നെ നിരർത്ഥകമാകും അല്ലേ? ആരും വഴി മാറ്റണ്ട, അഴുക്കുള്ളവൻ ഇനിയും, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? അഴുക്കുള്ളവൻ ഇനിയും അഴുക്ക് ചെയ്യട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അങ്ങനെയാണോ ബൈബിളിൻ്റെ സന്ദേശം? അല്ല, അതല്ല ബൈബിളിൻ്റെ സന്ദേശം. അനീതിയുള്ളവനും അഴുക്കുള്ളവനും മാനസാന്തരപ്പെടട്ടെ എന്നാണ് ബൈബിളിൻ്റെ സന്ദേശം. പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു വാക്യം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കണം. ദൈവദൂതൻ്റെ ഈ വാക്കുകൾ ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗത്തോട് ബന്ധപ്പെടുത്തിയാണ് നാം ചിന്തിക്കേണ്ടത്. അതെന്തായിരുന്നു? 12-ാം വാക്യത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. അങ്ങനെ ഒരു ചെറിയ പ്രസ്താവന അവിടെ ഉണ്ടായിരുന്നു. ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ വേണം ഈ വാക്യം മനസ്സിലാക്കാനായിട്ട്. 7-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും ആ കാര്യം കിടക്കുന്നത് നോക്കിയേ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. 7-ാം വാക്യത്തിൽ പറഞ്ഞു ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. 12-ാം വാക്യത്തിൽ പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോൾ അതോടൊപ്പം 22-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നോക്കുകയാണെങ്കിൽ സമയം അടുത്തിരിക്കുകയാൽ കണ്ടോ? അപ്പോൾ ഇതാ ഞാൻ വേഗം വരുന്നു, ഞാൻ വേഗം വരുന്നതിനുള്ള സമയം അടുത്തിരിക്കുന്നു. ആ കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. ആ സന്ദർഭത്തിൽ നിന്ന് വാക്യത്തെ അടർത്തി മാറ്റരുത്. ഇപ്പോൾ ആരെങ്കിലും തർക്കുത്തരത്തിന് വേണ്ടി വരുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാനസാന്തരപ്പെടാൻ പ്രസംഗിക്കുന്നുണ്ട്, അവരെന്ത് പറയും? നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മാനസാന്തരപ്പെടേണ്ട കാര്യമില്ല, അഴുക്കുള്ളവൻ ഇനിയും അഴുക്ക് ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് കൊണ്ടുവരാം. ചിലപ്പോൾ അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് കേട്ടിട്ട് വിഷമിച്ചിരിക്കുന്നവർ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത വാക്യങ്ങളും അതിനോട് ചേർന്ന് കിടക്കുന്ന ആശയങ്ങളും കൂടി നമ്മൾ നോക്കണം. നമ്മൾ മാനസാന്തരപ്പെടേണ്ട, ജീവിക്കുന്നത് പോലെ അങ്ങ് ജീവിച്ചാൽ മതി, ആരും ഡിസ്റ്റർബ്ഡ് ആകണ്ട എന്നല്ല ഈ വാക്യത്തിൻ്റെ അർത്ഥം. അവിടെ പിന്നെയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വേഗത്തിൽ വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, സമയം
അടുത്തിരിക്കുകയാൽ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത പെട്ടെന്നായിരിക്കും. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കത് നോക്കണം. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത അറിയാവുന്നതാണെങ്കിലും നോക്കണം. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത പെട്ടെന്നായിരിക്കും. അതൊരു മിന്നൽ പോലെ, ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ, കള്ളൻ വരുന്നത്, ഈ പ്രതീകങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത് അല്ലേ. പെട്ടെന്നായിരിക്കും എന്ന് പറയുമ്പോൾ ആ പെട്ടെന്ന് എന്താ, നമ്മളിപ്പോൾ നനച്ചിരിക്കാത്തപ്പോൾ മിന്നൽ വരുന്നത് പോലെ, ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ, കള്ളൻ ഈ മൂന്ന് കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ലേ. മിന്നൽ, പ്രസവവേദന, കള്ളൻ. നമുക്കൊന്ന് വായിക്കാം കേട്ടോ. മത്തായി 24-ാം അധ്യായത്തിൻ്റെ 26, 27 വാക്യങ്ങൾ നോക്കിയാട്ടെ. മത്തായി സുവിശേഷം 24-ാം അധ്യായം അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് കർത്താവ് തന്നെ ഒലിവുമലയിൽ എന്ന് പറഞ്ഞതാണല്ലോ. അവിടെ 24-ാം അധ്യായത്തിൻ്റെ 26, 27 വാക്യങ്ങളിൽ പറയുകയാണ്, ആകയാൽ നിങ്ങളോട് ഇതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട്, മിന്നൽ കണ്ടോ, മിന്നൽ അത് കാണാൻ വേണ്ടിയാ. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ, പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാകും. എനിക്ക് തോന്നുന്നു ഇത് വായിക്കുമ്പോൾ എല്ലാവരും കർത്താവ് വരുമ്പോൾ മിന്നൽ പോലെ തേജസ് ആയിരിക്കും എന്നാ വിചാരിക്കും. അങ്ങനല്ല, മിന്നൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പിന്നുന്നത് പോലെ, എന്നിട്ട് അതിൻ്റെ പുറകെ ഇടി വരുന്നത് പോലെ, അപ്രതീക്ഷിത സമയത്ത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മഴയുള്ളപ്പോഴും മിന്നൽ വരാം, മഴയില്ലാത്തപ്പോഴും മിന്നൽ വരാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല ഈ മിന്നൽ വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. മിന്നൽ പോലെ. 43, 44 വാക്യങ്ങൾ അതേ അധ്യായത്തിൻ്റെ വായിക്കുമ്പോൾ, കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്നറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട്. അപ്പൊ കള്ളൻ കണ്ടോ, അവിടെ കള്ളന്റെ കാര്യമാണ് പറഞ്ഞത്. നനയ്ക്കാത്ത നാഴിക, മിന്നലും നനയ്ക്കാത്ത നാഴികയിലാണ്, കള്ളനും നനയ്ക്കാത്ത നാഴികയിലാണ്. 42-ാം വാക്യം അതേ അധ്യായത്തിന്റെ 42-ാം വാക്യം, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട്. ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട്. നമുക്ക് അവിടുന്ന് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഇതേ ആശയം തന്നെ. 1 തെസ്സലോനിയൻസ് 5:3, 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. അവിടെയും നമുക്ക് ഈ കാര്യം തന്നെ കാണാനായിട്ട് സാധിക്കും. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ, ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അപ്പം ഞാനീ പറഞ്ഞത് വചനത്തിൽ നിന്നാണെന്ന് മനസ്സിലായല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത പെട്ടെന്നായിരിക്കുന്നെന്ന് പറയുമ്പോൾ അത് മിന്നൽ പോലെ, ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ, കള്ളൻ വരുന്നത് പോലെ, അൺഎക്സ്പെക്റ്റഡ്, നമ്മൾ ആരും ചിന്തിക്കാത്ത സമയത്ത് ആണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇനിയൊന്ന് ശ്രദ്ധിച്ച് 11-ാം വാക്യം. 11-ാം വാക്യം എന്താ പറഞ്ഞിരുന്നത്? അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവ് വേഗം വരുന്നു. അപ്പോൾ ഇനിയിപ്പം പോയി അനീതി ചെയ്യുന്നവനോട് മാനസാന്തരപ്പെടാൻ പറയാൻ സമയമില്ല എന്ന് മനസ്സിലായോ? ദർ ഇസ് നോ ടൈം ടു വേസ്റ്റ്. ഇനി മാനസാന്തരപ്പെട്ട സ്വഭാവത്തിന് മാറ്റം വരുത്താനായിട്ട് സമയമില്ല. ആർക്കും അതിന് സമയം കിട്ടുകയുമില്ല. അപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനുദപിക്കുക, മാനസാന്തരപ്പെടുക, വിട്ടുപോരുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അനുദപിച്ചു മാനസാന്തരപ്പെടേണ്ടവർ ഇപ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അവൻ മിന്നൽ പോലെ വന്നു കഴിയുമ്പോൾ പിന്നെ മാനസാന്തരപ്പെടാനായിട്ട് സമയമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ചെയ്യേണ്ടത് അന്നേരമല്ല, ഇപ്പോഴാണെന്ന്. നേരത്തെ സമയമുള്ളപ്പോൾ അനുദപിക്കേണ്ടവർ അനുദപിക്കുകയും മാനസാന്തരപ്പെടേണ്ടവർ അത് ആരും ഗൗരവത്തിലെടുക്കുകയില്ല. കാരണം പലരും പറയുന്നത് എന്താണെന്ന് അറിയാമോ? പലരും അത് ഞാൻ മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് അങ്ങോട്ട് മാനസാന്തരപ്പെട്ട് കളയും, കർത്താവ് വരുന്നതിൻ്റെ മുഴക്കം കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ കർത്താവിനെ അങ്ങനെ സ്വീകരിച്ച് കളയും എന്നൊക്കെ പറയുന്ന ആളുകളെ നിങ്ങൾ സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അത് നടക്കത്തില്ലെന്ന്. അങ്ങനെ മുഴക്കം കേട്ടാൽ ഉടനെ മിന്നൽ എങ്ങനെയാണ് വരുന്നത്? മിന്നൽ കാണാൻ തുടങ്ങുമ്പോൾ മാനസാന്തരപ്പെടാനൊന്നും നടക്കാനുള്ള സമയമില്ല. പിന്നെ സ്പ്ലിറ്റ് സെക്കൻഡ് അല്ലേ, ഒരു നിമിഷത്തിൻ്റെ നൊടിയിടയ്ക്കിടെയാണ് കർത്താവ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് കള്ളൻ വരുന്നത്. ഒരു മുന്നറിവും കൂടാതെയാണ്. മുന്നറിവ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മരണം എങ്ങനെയാണ് വരുന്നത്? മുന്നറിയിച്ചിട്ടല്ലല്ലോ വരുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിലൊന്നും നമുക്ക് മാനസാന്തരപ്പെടാൻ സമയം കിട്ടത്തില്ല. അപ്പം മാനസാന്തരപ്പെടേണ്ടവർ നേരത്തെ മാനസാന്തരപ്പെടണം. കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്തു കളയും എന്ന് പറയുന്ന ഭോഷന്മാരെ, നിങ്ങൾക്കത് സമയം അന്നേരം കിട്ടാൻ പോകുന്നില്ല എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇതാ ഞാൻ വേഗം വരുന്നു, സമയം അടുത്തിരിക്കുകയാൽ എന്ന്
പറഞ്ഞിരിക്കുന്നത്. 15-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയാണെങ്കിൽ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. അത് വാസ്തവത്തിലൊരു മുന്നറിയിപ്പാണ് കേട്ടോ. നമ്മളതിനെ ദുർവ്യാഖ്യാനം ചെയ്യാതിരിക്കുക. അതിനെ വീണ്ടും വായിപ്പിച്ചത് അതൊരു വാണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ്. എന്താണ് അതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മിന്നൽ വരുമ്പം തീരുമാനിക്കും, മിന്നൽ വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും, കള്ളൻ വരുമ്പോൾ ഇങ്ങനെ ചെയ്യും, കള്ളൻ വരുമ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്ന ആളിലും കള്ളൻ വരുമ്പം കത്തിയെടുക്കാൻ ബലമില്ലാതെ തളർന്നു പോകുന്ന കേസുകൾ ഇഷ്ടം പോലെ നമുക്കറിയാം. ഒന്നും വരാത്തപ്പോൾ ഇരുന്ന് പറയാൻ എളുപ്പമാണ്. മിന്നൽ വരുന്ന ഉടനെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്ന് പോകുന്നവരെയാണ് നമ്മൾ മിക്കവാറും കാണുന്നത്, അല്ലേ? അങ്ങനെ ഗർഭിണിയുടെ കാര്യത്തിലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു പ്രതീക്ഷയില്ലാതെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ സ്വഭാവത്തെ നിശ്ചയിക്കും. നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡിസിഷൻ ഡിറ്റർമിൻസ് ക്യാരക്ടർ ആൻഡ് ക്യാരക്ടർ ഡിറ്റർമിൻസ് ഡെസ്റ്റിനി. നമ്മൾ ഈ ഉഴപ്പനാണെന്ന് മനസ്സിലായില്ലേ? മിന്നൽ വരുന്ന ഉടനെ ഞാൻ മാനസാന്തരപ്പെടും, അല്ലെ കർത്താവ് വന്നാൽ വരുന്നെന്ന് അറിയുന്ന ഉടനെ ഞാൻ ആൾ ഉഴപ്പനാണോ അതോ നിങ്ങളെന്ത് പറയുന്നു, ആൾ ഗൗരവമുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണോ, അതോ സന്ദർഭത്തിനനുസരിച്ച് ഞാൻ തീരുമാനിച്ചോളാം? നിങ്ങളുടെ സ്വഭാവത്തിന് ഉറപ്പില്ല. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ശരിയായ തീരുമാനമല്ല നിങ്ങൾ എടുക്കുന്നത്. ലൈഫ് ഈസ് ബിൽറ്റ് അപ്പോൺ ഡിസിഷൻസ്. തീരുമാനങ്ങളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ജീവിതം. അത് എടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാതെ അന്നേരം എടുത്തോളാം, വരട്ടെ അന്നേരം നോക്കാം എന്ന് പറയുന്ന ആളുകളുടെ തീരുമാനങ്ങൾ ശരിയല്ല. അതവരുടെ സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ആ സ്വഭാവമുള്ളവർക്ക് ആ തരത്തിലുള്ള വിധിയും വരും എന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തീരുമാനങ്ങൾ സ്വഭാവത്തെ നിശ്ചയിക്കുന്നു, സ്വഭാവം മനുഷ്യൻ്റെ വിധിയെ നിർണ്ണയിക്കുന്നു. ഇതറിഞ്ഞിരിക്കണം. ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്തെടുത്ത് നാം നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തി പോയാൽ അവൻ വേഗം വരുമ്പോൾ, സമയം അടുത്തിരിക്കുമ്പോൾ നമുക്ക് അവൻ്റെ കൂടെ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരാണ് അവൻ്റെ കൂടെ പോകുന്നത്. അതോ അന്നേരം എണ്ണ അന്വേഷിക്കാൻ പോയ ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ പോയില്ല. അവർ ആർപ്പുവിളി കേട്ടപ്പോഴാണ് അയ്യോ വിളക്കെടുക്കുന്നു, എണ്ണ അന്വേഷിക്കുന്നു. മത്തായി 25-ാം അധ്യായം കേട്ടോ, വായിച്ചു നോക്കണം. അവരാരും പോയില്ല, അവരെല്ലാം തള്ളപ്പെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് അത് കർത്താവ് യെരൂശലേമിനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ, നിൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ല, നിന്നെ ചേർക്കുവാൻ ഞാൻ എത്ര സമയം തൽപരനായിരുന്നു. കോഴി കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ നിങ്ങളെ എൻ്റെ ചെറുകൻ കീഴിൽ ചേർക്കാൻ ഞാൻ വന്നു, പക്ഷേ നിൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ല. ഈ വചനമൊക്കെ നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ സന്ദർശന സമയമാണ് എന്ന് മനസ്സിലാക്കി ഉടനടി തീരുമാനങ്ങൾ എടുക്കുകയും നമ്മുടെ സ്വഭാവത്തെ മാറ്റുകയും ചെയ്താൽ നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ വിധിയും നമുക്ക് മാറ്റാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് ശരിയായ ആത്മീയ തീരുമാനങ്ങൾ തക്ക സമയത്ത് എടുത്ത് നിത്യതയിലെത്താനായിട്ട് ഇപ്പോഴേ ഉത്സാഹിക്കാം. അന്ന് ഞാൻ അപ്പം ചെയ്ത് കളയും എന്നൊന്നും പറയാതെ സമയമുള്ളപ്പോൾ തീരുമാനങ്ങളെടുത്ത് സ്വഭാവത്തെ രൂപപ്പെടുത്തി കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ച് നിത്യതയിലെത്താനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. പീഡനത്തിലും കഷ്ടതയിലും കൂടി കടന്നുപോയിക്കൊണ്ടിരുന്ന വിശുദ്ധന്മാർ ഒരുപക്ഷെ ചോദിച്ചു കാണും, വിശുദ്ധമായ ആത്മീയമായ ജീവിതം നയിക്കുന്നതിൽ അർത്ഥമുണ്ടോ? കാരണം ഞങ്ങൾ വിശുദ്ധവും ആത്മീയമായിട്ടുള്ളൊരു ജീവിതം നയിച്ചിട്ട് ഇപ്പോൾ കഷ്ടതയിലാണ്, പീഡനത്തിലാണ്. എന്നാൽ ഇങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അവർ ബാധിക്കപ്പെടുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ജീവിതം നയിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നും അവർക്കാണല്ലോ ഈ വെളിപ്പാട് എഴുതി അയച്ചത് കഷ്ടതയിരുന്ന പീഡനത്തിരുന്ന ആളുകൾക്കാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ പലപ്പോഴും ഈ ജീവിതത്തിൽ അർത്ഥമുണ്ടോ, നിരർത്ഥകമാണോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വന്ന് കാണും. ഈ കാലഘട്ടത്തിലും പല വിശുദ്ധന്മാർക്കും അല്ലെങ്കിൽ ആത്മീയർക്കും ആ ചിന്ത കാണും, എത്ര നാളായി ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, ഇങ്ങനെ വിശുദ്ധിയൊക്കെ ജീവിച്ച് പാലിച്ചിട്ടുമല്ല, അർത്ഥമുണ്ടോ എന്നൊരു ചോദ്യം, സംശയമൊക്കെ ഉറക്കെ പറയുന്നില്ലെങ്കിൽ പോലും പലരുടെയും മനസ്സിൽ വരുന്നുണ്ടാവും. എന്നാൽ യോഹന്നാൻ്റെ ഉത്തരം തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ്. നമ്മളിങ്ങനെ ജീവിക്കണം, ആത്മീയമായിട്ട് തന്നെ ജീവിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ഏറ്റവും വേഗം മടങ്ങി വരും. നമുക്ക് ആ ടൈം ഇങ്ങോട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അവൻ ഏറ്റവും വേഗം മടങ്ങി വരും എന്ന് മാത്രമല്ല, അവൻ മടങ്ങി വരുമ്പോൾ ഇവിടെ നമ്മൾ വായിച്ചിടത്തുണ്ടായിരുന്നു, നിങ്ങൾക്കുള്ള പ്രതിഫലം അവൻ്റെ കയ്യിൽ ഉണ്ട്. ഇല്ലേ? നമ്മൾ വായിച്ചിടത്തുണ്ടായിരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. 12-ാം വാക്യമാണ് കേട്ടോ. നമ്മൾ 11-ാം നോക്കിക്കൊണ്ടിരുന്നത്. അതിനടുത്ത വാക്യമാണ് 22-ന്റെ പറഞ്ഞിരിക്കുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉഴപ്പന്മാരാണ്, തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട സമയത്ത് എടുത്തിട്ടുമില്ല എങ്കിൽ പ്രതിഫലം അതനുസരിച്ചായിരിക്കും. ഇതെല്ലാം ആർക്ക് കാണാം?
കർത്താവിന് കാണാം. കർത്താവ് മടങ്ങി വന്നപ്പോൾ സംഭവങ്ങളല്ല പറഞ്ഞതെന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടോ? യേശുവിൻ്റെ പേരുകളും രൂപസാദൃശ്യവുമാണ് പറഞ്ഞത്. അപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യം, അവൻ്റെ കണ്ണ് തീപ്പന്തമെന്നാണ് പറഞ്ഞത്, അല്ലേ? 19 അധ്യായം മറന്നുപോയോ? അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. അപ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന് നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് നടക്കുന്ന ചിന്തകളൊക്കെ കാണാം. അതുകൊണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, തീരുമാനം, സ്വഭാവം, പ്രവൃത്തി. തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വഭാവം, സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി, അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവസാനം വിധി വരുന്നത്. അതുകൊണ്ട് ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം കർത്താവിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്മൂത്തായിട്ട് ഒന്നാമത്തെ ചാലഞ്ചിൽ നിന്ന് രണ്ടാമത്തെ ചാലഞ്ചിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ചാലഞ്ച് എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? അത് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അവൻ്റെ വചനം പ്രമാണിക്കണം. അപ്പോൾ അവൻ്റെ വചനം പ്രമാണിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരാൻ പാടില്ല. യോഹന്നാൻ നമ്മളെ സ്മൂത്തായിട്ട് രണ്ടാമത്തെ ഉത്തരവാദിത്തത്തിലേക്ക്, വെല്ലുവിളിയിലേക്ക്, പ്രബോധനത്തിലേക്ക് നയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. എന്താണത്? വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സെർവിങ് ദ ലോഡ്. കർത്താവ് വരുന്നത് വരെയും അവനെ സേവിക്കുന്നതിനുള്ള, അതിനെ മടി കൂടാതെ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം, അല്ലേ? നാം അവനെ സേവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കണം. അതാണ് രണ്ടാമത്തെ ഉത്തരവാദിത്തം. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് അത് കിടക്കുന്നത്. 22-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സെർവിങ് ദ ലോഡ്. നമുക്ക് കർത്താവിനെ സേവിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നാം അവനെ സേവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ തിരിച്ചറിവിൽ നമ്മുടെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് വായിച്ചപ്പോൾ അങ്ങനെയൊന്നും തോന്നിക്കാണുകയില്ല. കാരണം അവിടെ എങ്ങും സേവിക്കണമെന്ന് പറഞ്ഞത് എവിടെയെങ്കിലും കണ്ടോ നിങ്ങൾ? പിന്നെ സാധനത്തിൻ്റെ അടിസ്ഥാനത്തിലായി ഇതിങ്ങനെ സേവിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് സേവിക്കുന്ന കാര്യം കണ്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ അതെവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ 12-13 വാക്യങ്ങൾ വായിച്ചായിട്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ, പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, മനസ്സിലായി? ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. പ്രതിഫലം എൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതിഫലം കിട്ടുന്നത്? നമ്മൾ ജോലി ചെയ്തിട്ട് പ്രതിഫലം മേടിക്കാൻ, ശമ്പളം എന്നായിരിക്കും പറയുന്നത്, അല്ലേ? ശമ്പളം മേടിക്കാനായിട്ട് പോകുമ്പോൾ എത്ര ദിവസം ജോലി ചെയ്തെന്നുള്ളത് നോക്കുകയല്ലേ? എന്ത് ജോലിയാണ് ചെയ്തതെന്നുള്ളത് നോക്കുകയല്ലേ? അതോ ചുമ്മാതെ നമ്മൾ ജോലിക്ക് എടുത്തതായിരുന്നു, ആ വഴിക്കേ വന്നിട്ടില്ല, 30-ാം തീയതി ഉടനെ എല്ലാ മാസവും കൃത്യ ശമ്പളം ആരാ തരുന്നത്? അപ്പോൾ പ്രതിഫലം തരണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? സേവനം അനുഷ്ഠിച്ചിരിക്കണം, ശുശ്രൂഷ ചെയ്തിരിക്കണം. അവിടുന്നാണ് ആ ആശയം നമുക്ക് കിട്ടുന്നത്. അല്ല, നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, വി ആർ സേവ്ഡ് ടു സെർവ്. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇംഗ്ലീഷിൽ സേവ് ടു സെർവ് എന്ന് പറയുമ്പോൾ എളുപ്പമുണ്ട്. രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, സേവനത്തിന് വേണ്ടിയാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഈ പ്രതിഫലം നോക്കിയിട്ടല്ല കേട്ടോ, പ്രതിഫലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാം സേവിക്കും. കർത്താവ് എന്നെ വിടുവിച്ചു, കർത്താവ് എന്നെ വീണ്ടെടുത്തു, എനിക്ക് അവനെ വിട്ടു പോകാൻ താല്പര്യമില്ല, ഞാൻ അവനെ നിരന്തരം സേവിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമെന്ന് ഒരാൾ തീരുമാനിക്കുകയാണ്, പ്രതിഫലം നോക്കിയിട്ടല്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, നിങ്ങളങ്ങനെ നിസ്വാർത്ഥമായിട്ട് നിങ്ങളുടെ സ്വയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വിട്ടു പോകാതെ എൻ്റെ ഈ ദൗത്യം, എൻ്റെ ഈ ശുശ്രൂഷ നിവർത്തിച്ചു, അത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ കഷ്ടതകൾ ഗ്രഹിക്കുന്നുണ്ട്. അല്പം മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ഈ വിശുദ്ധന്മാർക്കൊക്കെ ചിലപ്പോൾ ഒരു ചോദ്യം വരും, എത്ര നാളായി ഇങ്ങനെ ജീവിക്കുന്നു, ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? അവിടുന്ന് കണക്റ്റഡാണ് കേട്ടോ. ഒരു പോയിന്റ് മാറിയതുകൊണ്ട് നിങ്ങൾ ആശയം മാറിയെന്ന് വിചാരിക്കരുത്. വാക്യങ്ങളെല്ലാം കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ പല വിശുദ്ധന്മാർക്കും ഈ കഷ്ടതയിലും പീഡനത്തിലും ഒക്കെ കൂടെ കടന്നു പോകുമ്പോൾ, അല്ല ഇനി നമുക്കൊരു കഷ്ടതയും പീഡനവും ഇല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് യേശു വരുമെന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എവിടെ വരാൻ, ഇതൊക്കെ എത്ര നാളായി എന്നൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ദൈവം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഇല്ലേ? ദൈവം നമ്മുടെ കഷ്ടതകളും നമ്മളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളും നമ്മുടെ സേവന ശുശ്രൂഷകളും നമ്മുടെ മനോഭാവങ്ങളും എല്ലാം ദൈവത്തിനറിയാം.
ഒന്നും അവന് മറഞ്ഞിരിക്കുന്നില്ല എന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നത് ഒന്നും ഒരിക്കലും വൃഥാവിലാവുകയില്ല. അതെല്ലാം കർത്താവിൻ്റെ ശ്രദ്ധയിലുണ്ട്. നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വിശ്വാസികളായ നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുമെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ആ വിലയിരുത്തപ്പെടലിനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു സ്മരണ പുസ്തകം ഉണ്ടെന്നുള്ളത് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? മലാഖി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ വേറൊരു കോണ്ടെക്സ്റ്റിൽ ആ വാക്യം പരിശോധിച്ചതാണ്. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ആ വിശുദ്ധന്മാരുടെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഭക്തന്മാരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. യഹോവ ഭക്തന്മാർക്ക് വേണ്ടിയും അല്ലേ, അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി ഒരു സ്മരണ പുസ്തകം. നമ്മൾ എന്താ ചെയ്തതെന്നൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവും കൂടെ ചേർക്കുകയാണെങ്കിൽ, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. നമ്മൾ ചെയ്തതൊന്നും മറന്നു കളവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല. അപ്പോൾ അതെല്ലാം ദൈവത്തിന് ഓർമ്മയുണ്ട് എന്നുള്ളത് കൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? നാം വിശ്വസ്തരായി വിശുദ്ധരായി നമ്മളെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നാം വിശ്വസ്തയോടെ അവൻ്റെ വേല അവൻ വരുന്നത് വരെയും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ദൗത്യം അല്ലെങ്കിൽ നമ്മുടെ വെല്ലുവിളി, നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവൻ്റെ വചനം പ്രമാണിക്കുക, ആ വചനം അനുസരിച്ച് ജീവിച്ച് അവൻ്റെ വേല ഈ ലോകത്തിൽ തികയ്ക്കുക. ഈ ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഈ സഭാചരിത്രം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സഭാചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്വർഗീയ ദർശനമൊക്കെ ഇങ്ങനെ കിട്ടിയിട്ട് അതനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ചില ആളുകൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ ലോകത്തിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള താല്പര്യമൊക്കെ വിട്ടുകളഞ്ഞിട്ട്, ചില ആളുകളൊക്കെ ഈ ലോകത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്, ആത്മീയതയുടെ പേരിലും അല്ലാതെയൊക്കെ. എന്നാൽ മറ്റു ചിലർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് ചിലർ ജോലി രാജിവെച്ചവരുണ്ട്. ചിലർ ഒരു കാര്യത്തിനും പോകേണ്ട, വസ്തുവകളൊക്കെ വിറ്റേക്കാം, കാരണം കർത്താവ് വരും അല്ലേ, കർത്താവ് വരാൻ പോവുകയാണ്. ചിലർ അതിൻ്റെ കൂട്ടത്തിൽ കയറി കർത്താവ് വരാനുള്ള ദിവസവും നിശ്ചയിക്കും, ഡേറ്റ് നിശ്ചയിക്കും. അപ്പോൾ ഇനി ജോലി ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ജോലി ചെയ്തിട്ടും കാര്യമില്ല. അതുപോലെ ഈ വസ്തുവക വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ആളുകൾ. അവരുടെ വസ്തുവകകളെല്ലാം വിറ്റ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്ന് താമസിക്കുന്നു, കർത്താവ് വരാനായിട്ട് നോക്കി പാർക്കുന്നു. അങ്ങനെ ചെയ്ത ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ നിരാശരായി. കാരണം കർത്താവ് വന്നോ അതുമില്ല, അവർ വിറ്റ വസ്തുവക തിരിച്ചു കിട്ടുമോ അതുമില്ല, അവരുടെ ജോലി പോയി. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു ദുഃഖം. പിന്നെ അത് ഇപ്പോൾ അങ്ങനെ വെച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മരിച്ചു പോയവരുണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്. ഇങ്ങനൊരു കൂട്ടം ആളുകളുടെ ചരിത്രം നിങ്ങൾക്ക് സഭാചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. അവിടെ എന്താ ഗ്രഹിക്കേണ്ടത്? കുറച്ച് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, കർത്താവ് വരുന്നതിൻ്റെ തീയതി നിശ്ചയിക്കാൻ ആർക്കും കഴിയത്തില്ല. അവൻ മിന്നൽ പോലെ, കള്ളൻ വരുന്നത് പോലെ, മറന്നുപോയോ? ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്നാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളിലൊക്കെ അമ്പരന്ന് പോയി കാണും. അത് കണ്ടവരും അമ്പരന്ന് കാണും. ഞാൻ പറഞ്ഞത് ഗ്രഹിക്കാൻ പറ്റിയ ഒരുപാട് പേര് ലോകത്തിലൊന്നും ഇനി വേണ്ട, കർത്താവിൻ്റെ കൂടെ പോയാൽ മതി, ജോലിയും വേണ്ട, വസ്തുവും വേണ്ട എന്ന് വിചാരിച്ചിട്ട് വിറ്റിട്ട് ഒരുമിച്ച് കൂടിയിരുന്നവരുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരുമിച്ച് കൂടി 5 സെൻറ്റിൽ ഒക്കെ വെച്ച് കൊച്ചു വില്ലയൊക്കെ വെച്ച് താമസിക്കുന്ന ആളുകൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ചാൽ കാണാൻ സാധിക്കും. എനിക്ക് പേര് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്, ഈ കാലഘട്ടത്തിലും ഉണ്ട്. എന്നാൽ അവരൊക്കെ അമ്പരക്കുകയും അവരൊക്കെ നിരാശരാകുകയും ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വി ക്യാൻ നെവർ ഫിക്സ് എ ഡേറ്റ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോഡ് അല്ലേ. ദൈവം തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുക എന്നുള്ളത് നമുക്കുള്ളതല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതൊക്കെ വചനവിരുദ്ധമാണ്. അത് പറയാനായിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഈ സമയം നിശ്ചയിച്ച് വസ്തുവൊക്കെ വിറ്റ് ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുസ്തകത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അത് തികച്ചും വചനവിരുദ്ധമാണ്. അതുപോലെ തന്നെ വചനവിരുദ്ധമാണ് മറ്റൊരു കാര്യം. അതെന്താണെന്നറിയാമോ? യേശു മടങ്ങി വരും, എന്നാൽ അതെന്നാണെന്നൊരു നിശ്ചയമില്ല. അതുകൊണ്ട് അലസന്മാരായിട്ടും അശ്രദ്ധാലുക്കളായിട്ടും ജീവിക്കുക. 2 എക്സ്ട്രീമാണ്. മനസ്സിലായോ? ഒന്ന്, വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇത്രയും കൊല്ലമായിട്ടും വന്നിട്ടില്ല,
ഇനി ആർക്കറിയാൻ വരുമോ ഇല്ലെന്ന്. അതുകൊണ്ട് നമുക്കിപ്പോൾ അതൊന്നും നോക്കണ്ട, വരികയാണെ വരട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ അലസ ജീവിതം നയിക്കുന്ന ആളുകൾ, അശ്രദ്ധയോടെ ജീവിക്കുന്ന ആളുകൾ ഒരു വശത്ത്, മറ്റേ വശത്ത് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് വസ്തുവൊക്കെ വിറ്റിട്ട്. ഇത് രണ്ടും വചനത്തിന് നിരക്കുന്നതല്ല, ഇത് രണ്ടും വചനവിരുദ്ധം. ഇങ്ങനെ ചെയ്ത ഒരു സഭയുണ്ട്, ആ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മറന്നുപോയി കാണും. സർവേ ഇങ്ങനെ മുമ്പോട്ട് വന്നപ്പോൾ നമ്മൾ ഉൽപ്പത്തി തൊട്ട് പഠിക്കാൻ തുടങ്ങിയതല്ലേ. തെസ്സലോനിക്ക സഭയ്ക്കാണ് ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ അനാചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ അവർക്ക് നമുക്ക് ചില ഗുണങ്ങളുണ്ടായി. കാരണം അവർക്ക് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലായിരുന്നുകൊണ്ട് അപ്പോസ്തലൻ നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞു, ഇല്ലേ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും. രണ്ടാം ലേഖനത്തിലേക്ക് വന്നപ്പോൾ അധർമ്മമൂർത്തി നാശയോഗ്യൻ എപ്പോഴാണ് വെളിപ്പെടുന്നതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ തെസ്സലോനിക്ക സഭ അതിൻ്റെ ഒരു നല്ല തലമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലേഖനത്തിലേക്കൊന്ന് പോയിട്ട് 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കുന്നത് നല്ലതാണ്. ഞാനീ പറഞ്ഞ തരത്തിൽ പണിയൊക്കെ നിർത്തി, അവിടെയാണ് നമ്മൾ സന്ദർഭത്തിൽ അടർത്തി ഒരു വാക്യമൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനി വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഏതാ? വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും വരുതെന്നൊരു വാക്യമില്ലേ? അപ്പോൾ അവിടെ ഈ വേല ആരാ നിർത്തിയത്? എന്തിൻ്റെ വേലയെന്ന് പറഞ്ഞാൽ ദൈവവേലയെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ജോലി. കാരണം കുറേ പേര് ജോലി നിർത്തി. കർത്താവ് വരും എന്നുള്ളത് കൊണ്ട് ഇനി ജോലിക്കും പോകണ്ട, ഇനി ഒരു വേലയും ചെയ്യണ്ട, സ്ഥലവും വിറ്റേക്കാം, സമയവും നിശ്ചയിച്ചേക്കാം എന്ന് വിചാരിച്ച് അലസന്മാരായിരുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ പൗലോസ് തിരിച്ചു പഠിപ്പിച്ചിട്ട് പറഞ്ഞു, അങ്ങനല്ല നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഈ സമയമൊന്നും നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് നാം അവൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നോക്കി പാർക്കുകയും നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ഭൗതിക ഉത്തരവാദിത്തങ്ങളാകട്ടെ ആത്മീയ ഉത്തരവാദിത്തങ്ങളാകട്ടെ, ഇതെല്ലാം സേവനത്തിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. അത് വിശ്വസ്തമായിട്ട് നിവർത്തിക്കണം. അല്പം വാക്യങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല. 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 15 വരെ ഒരു പാരഗ്രാഫാണ്, അത് നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന, പഠിപ്പിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന, ആ ക്രമം കെട്ട് നടക്കുന്നതിനെ കുറിച്ച്, ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളേണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. ഈ വായിക്കുന്നതൊക്കെ ഏത് കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ ഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. കർത്താവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചും അതിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആണോ 2-ാം അധ്യായത്തിൽ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? 2-ാം അധ്യായത്തിൽ അതല്ലേ പറഞ്ഞത്? അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ക്രമം കെട്ടാൻ തുടങ്ങി. അതേക്കുറിച്ചാണ് പറയുന്നത്. വായിച്ചോ, തുടർന്ന് വായിച്ചോളൂ. ഇപ്പോൾ വായിച്ചെടുത്തു. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ, ശ്രദ്ധിക്കുക, നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഉണ്ടോ? അപ്പോൾ അത് കർത്താവ് വരുമെന്നുള്ളത് കൊണ്ട് ഇനി പരകാര്യങ്ങളൊക്കെ നോക്കി ജോലി ചെയ്യാതെ ക്രമം കെട്ട് നടക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത്, കണ്ടോ, സാവധാനതയോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശ്വസ്തയോടെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. കർത്താവ് വരുന്നത് വരെയും, ആ കർത്താവ് വരുമെന്ന് പറഞ്ഞൊരു തീയതി നിശ്ചയിച്ച് ഈ പരിപാടിയൊന്നും നിർത്താൻ പറ്റില്ല എന്ന്. ഓക്കെ, വായിക്കാം. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിനെ അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പിൻ. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കുക അത്രേ വേണ്ടത്. ഈ വചനം പഠിക്കുമ്പോൾ ഒരു വലിയ കുഴപ്പം പലപ്പോഴും നമ്മൾ കോണ്ടെക്സ്റ്റിൽ നിന്ന് കാര്യങ്ങൾ മാറ്റുമെന്നുള്ളത് കൊണ്ടാണ്. ഈ 2-ാം അധ്യായത്തിൻ്റെ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ് 3-ാം അധ്യായം. 2-ാം അധ്യായത്തിലെ വിഷയം ഒരിക്കലും മറന്നു പോകരുത്. അധർമ്മമൂർത്തി നാശയോഗ്യനും വെളിപ്പെടുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതോടുള്ള ബന്ധത്തിൽ ആളുകൾ ജോലിയും വേലയൊക്കെ നിർത്തിയിട്ട് ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് കർത്താവ് ഇപ്പോൾ വരുമെന്നും പറഞ്ഞിരിക്കുന്നു. വചനവിരുദ്ധം. അപ്പോൾ അലസന്മാരായിട്ടിരിക്കുന്നത് അതും വചന വിരുദ്ധമാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏത് സമയത്തും കർത്താവ് വരാം. കർത്താവ് വരുന്നത് വരെ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം
അണുവിട വ്യത്യാസമില്ലാതെ, വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ പ്രമാണിക്കണം. ഒന്നും കൂട്ടാൻ പാടില്ല, ഒന്നും അതിൽ നിന്ന് മാറ്റാനും പാടില്ല. അങ്ങനെ വചനം അനുസരിക്കുകയും കർത്താവിനെ സേവിക്കുകയും ചെയ്യണം. അപ്പോൾ അതാണ് ഈ വാക്യങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 14-ാം വാക്യം നമുക്ക് വായിക്കാം. 14-ാം വാക്യം, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. 22-ാം അധ്യായം, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ വാക്യത്തിൽ ഈ വസ്ത്രം അലക്കുന്നവർ എന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ബാക്കിയൊന്നും അതിനകത്ത് കോംപ്ലിക്കേഷൻ ഇല്ല. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തിനാ? ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും. അതായത് പുതിയ യെരുശലേം നഗരത്തിൽ നല്ല വസ്ത്രം അണിഞ്ഞ് ആ പുതിയ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ അവിടെ ഈ വസ്ത്രം അലക്കുന്നവർ എന്ന് പറഞ്ഞത് ശരിക്കും നമുക്ക് മലയാളം ബൈബിളിൽ വായിക്കുമ്പോൾ അത്ര ഒരു ക്ലാരിറ്റി പോരാ. എന്താ ഈ വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞാൽ? പിന്നെ കുളിച്ചോ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ എന്നുള്ള പാട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ എങ്ങാണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്കി അലക്കണോ എന്നൊക്കെയുള്ള ഡൗട്ടുമൊക്കെ ഉള്ളവർ കാണുമായിരിക്കും. ഒരു ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ കാര്യം വളരെ ലളിതമാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ്: ബ്ലെസ്സഡ് ആർ ദേ ദാറ്റ് ഡു ഹിസ് കമാൻഡ്മെൻറ്റ്സ്. ബ്ലെസ്സഡ് ആർ ദേ ദാറ്റ് ഡു ഹിസ് കമാൻഡ്മെൻറ്റ്സ്. എന്താ എൻ്റെ മലയാളം? അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ എങ്ങനെ നമ്മുടെ വസ്ത്രം അലക്കുക എന്ന് പറയുന്നത് നടക്കുന്നത്? അവൻ്റെ വചനം പ്രമാണിക്കുമ്പോഴാണ് വസ്ത്രം. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവളാകും. അതുപോലെ തന്നെ അത് യോഹന്നാൻ 15-ാം അധ്യായത്തിലാണ്. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞല്ലോ, അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. കണ്ടോ, കറയും ഒക്കെ കളയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. അപ്പോൾ വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവകൽപ്പനകൾ പ്രമാണിക്കുക, ദൈവവചനം പ്രമാണിക്കുക എന്നാണ്. ദൈവത്തിൻ്റെ വചനം നാം പ്രമാണിക്കുമ്പോൾ ആ വചനം നമ്മളെ കഴുകും, ആ വചനം നമ്മെ ശുദ്ധീകരിക്കും. വചനത്തോടു കൂടിയ ജലസ്നാനം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് പറഞ്ഞത്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടതായിട്ടില്ല. കാരണം അതിനടുത്ത് തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, യേശു വേഗം വരുന്നു. അപ്പോൾ യേശു വേഗം വരുന്നു എന്ന് നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? നാം അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരും വിശ്വസ്തയോടെ അവൻ്റെ വരവിനായി നോക്കി പാർക്കുന്നവരും അവൻ്റെ വേല ചെയ്യുന്നവരും ആയിരിക്കും. എങ്ങനെയാണ് അവൻ്റെ വരവിനായിട്ട് നോക്കി പാർക്കേണ്ടത്, നാം എങ്ങനെ ആ കാര്യം വിശ്വസ്തയോടെ ചെയ്യണമെന്നുള്ളത് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 48 വരെയുള്ള വാക്യങ്ങളെങ്കിലും വായിക്കുകയാണെങ്കിൽ യേശു കർത്താവ് തന്നെ അവൻ്റെ വരവിനായിട്ട് നാം എങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്പം വാക്യങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇത് അത്യാവശ്യം വായിച്ചിരിക്കേണ്ടതാണ്. ലൂക്കോസ് 12-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം മുതൽ 2 പാരഗ്രാഫുകളുണ്ട്. ആദ്യത്തെ ഒരു പാരഗ്രാഫ് 35 മുതൽ 40 വരെയാണ്, പിന്നെ 41 മുതൽ 48 വരെ. രണ്ടും കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കർത്താവ് തന്നെ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് വായിക്കാം. നിങ്ങളുടെ അരക്കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പിൻ. കണ്ടോ, അതൊക്കെ ശ്രദ്ധിച്ചൊന്ന്. അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാമത്തതിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നുവെന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുരപ്പാൻ സമ്മതിക്കുകയില്ല എന്നറിയുവിൻ. നിനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ തീരുന്നത് കൊണ്ടാണ് പാരഗ്രാഫ് തിരിയുന്നത്. ഇവിടെ പറഞ്ഞു നിർത്തിയത് നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം, നിങ്ങളുടെ ദൗത്യം നിങ്ങൾ വിശ്വസ്തമായിട്ട് നിവർത്തിക്കണം. എന്നാൽ അതിന് ഒരു മറുവശം ഉള്ളതാണ് ഇന്നത്തെ പാരഗ്രാഫിൽ പറയുന്നത്. അത് നമുക്ക് നോക്കാം. കർത്താവേ, ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാര വീതം കൊടുക്കേണ്ടതിന് യജമാനൻ
തൻ്റെ വേലക്കാരുടെ മേലാക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകനാർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് ആ ഉപമ മുഴുവൻ വ്യാഖ്യാനിക്കുന്നില്ല, നമ്മളിതൊന്ന് വായിച്ച് അത്യാവശ്യം കാര്യം ഗ്രഹിച്ചാൽ മതി. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. എങ്ങനെ ചെയ്യുന്നവൻ നമുക്ക് താഴോട്ട് നോക്കാം. അവിടെ മറ്റൊന്നുകൂടെ വായിച്ചേട്ടെ, 42 മുതൽ 43 മുതൽ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ, അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇനിയത്തേതാണ് അത് ശ്രദ്ധിക്കാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ്. അപ്പൊ 2 മനോഭാവങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് ഡേറ്റ് നിശ്ചയിച്ച് ഉഴപ്പന്മാരാകുന്നത്, മറ്റേത് ഡേറ്റ് നിശ്ചയിക്കാതെ ഉഴപ്പന്മാരാകുന്നത്. 2 ശരിയല്ല. അപ്പൊ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരിത്തികളെയും തല്ലുവാനും തിന്ന് കുടിച്ചു മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന്. ആ പ്രയോഗമാണ് ശ്രദ്ധിക്കേണ്ടത്. അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന്. ആ ദാസന്റെ യജമാനൻ വന്ന്, വായിക്കാം. ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവനെ അവിശ്വാസികളോട് കൂടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യമാണ് അല്ലേ? യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലിരിക്കണം. ഞാൻ എല്ലാ വാക്യങ്ങളും വ്യാഖ്യാനിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് കർത്താവിൻ്റെ വരവിനായിട്ട് നാം ഒരുക്കത്തോടെ കാത്തിരിക്കേണ്ടതെന്നുള്ളത് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉപമകളും കർത്താവിൻ്റെ വചനങ്ങളും നിങ്ങൾക്ക് പ്രചോദനം ആകട്ടെ. നമുക്ക് 22-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വന്ന് 22-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കാം. 22-ാം അധ്യായത്തിൻ്റെ വെളിപ്പാട് പുസ്തകം 22-ന്റെ 13-ാമത്തെ വാക്യം. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനും, ആദിയും അന്തവുമാകുന്നു. ഈ കർത്താവിനെ സേവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ളൊരു പ്രോത്സാഹനമാണ് ഇപ്പോൾ വായിച്ചു കേട്ട വാക്യം അല്ലേ? ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനും, ആദിയും അന്തവും ആകുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, അതിനകത്ത് എന്താ പ്രോത്സാഹനം ഇരിക്കുന്നത് എന്നാണല്ലേ? അതിനകത്ത് എന്താ പ്രോത്സാഹനം ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രോത്സാഹനം ഉണ്ടോ? ഉണ്ട്. എന്താണ് പ്രോത്സാഹനം? ദൈവം ആരംഭിക്കുന്നതെല്ലാം അവൻ നന്നായി അവസാനിപ്പിക്കുന്നവനാണ്. ദൈവം ഒന്നും ഉഴപ്പിയിട്ടിട്ട് പോകുന്നവനല്ല. അവൻ ഇന്നുവരെയും പ്രവർത്തിക്കുന്നു. അവൻ ആരംഭിക്കുന്നതെല്ലാം അവൻ നന്നായി തന്നെ അവസാനിപ്പിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ആൽഫയും ഒമേഗയും, ആരംഭിക്കുന്നവനും അവസാനിപ്പിക്കുന്നവനും, അവൻ ഒന്നാമത്തവനും അവസാനത്തവൻ ഒടുക്കത്തവനും ആണ് എന്നുള്ളത് കൊണ്ട് അവനൊന്നും ഉഴപ്പിയിട്ടേച്ച് പോകാറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ വേണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം, അവൻ ആൽഫയും ഒമേഗയും, അവൻ ആരംഭവും അവസാനവും, അവൻ ഒന്നാമത്തവനും ഒടുക്കത്തവനും ആണെങ്കിൽ അവനെ അനുഗമിക്കുന്നു എന്ന് പറയുന്ന നമ്മളും, അവനെ സേവിക്കുന്നു എന്ന് പറയുന്ന നമ്മളും എങ്ങനെയായിരിക്കണം? എല്ലാം തുടങ്ങുന്നത് അവസാനിപ്പിക്കുന്നവരായിരിക്കണം. ഭംഗിയായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കണം. ഉഴപ്പി അടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്കൊന്നുകൂടെ നോക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ. കണ്ടോ, നമ്മളിലൊരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അവനെന്താ ചെയ്യുന്നത്? നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. കർത്താവിനെ കുറിച്ച് പറയുന്നത്, നിങ്ങളൊരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാൾ വരെ അതിനെ തികയ്ക്കും. അത് കണ്ടിന്യൂ ചെയ്ത് അത് പെർഫെക്റ്റ്. വൺ ഹു പെർഫെക്ട്സ്, വൺ ഹു ഹാസ് സ്റ്റാർട്ടഡ് ഇറ്റ് വിൽ പെർഫെക്റ്റ് ഇറ്റ്. തുടങ്ങിയ ആളത് പൂർത്തീകരിക്കുന്നവൻ ആണ്. 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം ദൈവമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെങ്കിൽ, മനസ്സിലായ വാക്യം? ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ആണോ? ആണെന്ന് പറഞ്ഞവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒരു ആവറേജ് വിശ്വാസിയെ സംബന്ധിക്കുന്നിടത്തോളം ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആരാ?
അവർ തന്നെയാണ്. അവർ തന്നെ ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരങ്ങ് തീരുമാനിക്കുകയാണ്, ഒരു ഡേറ്റ് അങ്ങ് നിശ്ചയിക്കാം, നമുക്ക് വിൽക്കാം, നമുക്ക് ഒരുമിച്ചിരിക്കാം. അല്ല, ഒരു സൈഡിൽ അവർ തീരുമാനിക്കുകയാണ്, വരുന്നെങ്കിൽ വരട്ടെ, നമുക്ക് അലസന്മാരായി അശ്രദ്ധാലുക്കളായിട്ട്. ഇതെല്ലാം ദൈവം ഇച്ഛിക്കുന്നതല്ല, ആരിച്ഛിക്കുന്നതാണ്? അവരവർ ഇച്ഛിക്കുന്നതാണ്. എന്നാൽ എന്നിൽ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നത്, ഞാൻ യഥാർത്ഥമായിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിതനായ, എന്നിലൊരു നല്ല പ്രവൃത്തി ദൈവം ആരംഭിച്ചു എന്നുള്ള ബോധ്യമുള്ള ഒരാളാണെങ്കിൽ തുടർന്ന് എന്നിൽ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആരായിരിക്കും? ദൈവം തന്നെയായിരിക്കും. അപ്പോൾ ആ കർത്താവിനെ വേണ്ട തരത്തിൽ സേവിക്കാൻ, ശുശ്രൂഷിക്കുവാൻ അവൻ്റെ സാന്നിധ്യവും കൃപയില്ലാതെ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. അപ്പോൾ അവൻ്റെ ഇച്ഛ, നമുക്ക് കുറേ ആഗ്രഹങ്ങളും തോന്നലുകളും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മിൽ ഇച്ഛിക്കുന്നതും നമ്മെ കൊണ്ട് പ്രവർത്തിക്കുന്നതും തിരുവുള്ളമുണ്ടായിട്ട്, എന്ന് പറഞ്ഞാൽ ഗോഡ്സ് വിൽ, ദൈവത്തിന് ഇഷ്ടമുണ്ടായിട്ട് ദൈവഹിതപ്രകാരം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രവർത്തന ശൈലിയിൽ കർമ്മനിരതരായിട്ട് കർത്താവിൻ്റെ വരവ് വരെ ഇരിക്കുന്നതിനായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിലും ഇതിന് മുമ്പുള്ള ക്ലാസ്സിലുമായിട്ട് 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. 2 ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ 2 വെല്ലുവിളികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഒന്നാമത്തേത് അവൻ്റെ വചനം പ്രമാണിക്കുക, രണ്ടാമത്തേത് അവൻ്റെ വേല, അവൻ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, അവൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസ്തയോടെ അവൻ വരെയും നന്നായിട്ട് നിവർത്തിച്ചു കൊണ്ടിരിക്കുക. 2 ഉത്തരവാദിത്തങ്ങളാണ്, 2 വെല്ലുവിളികളാണ്. അപ്പം പുതിയ യെരുശലേമിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ദൈവജനം സംതൃപ്തരായവർ, ജയാളികളായിട്ടുള്ള ആളുകൾ ആ ദൈവം പണിയുന്ന പുതിയ യെരുശലേമിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അവൻ്റെ വചനം പ്രമാണിക്കുന്നവരായിരിക്കണം. രണ്ടാമത് നാം വിശ്വസ്തയോടെ അവൻ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിവർത്തിക്കുന്നവരായിരിക്കണം. ഒരു ദിവസം അവൻ പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, പ്രതിഫലം എൻ്റെ കയ്യിൽ ഉണ്ട്. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ കയ്യിൽ ഉണ്ട്. ഈ 2 കാര്യങ്ങളും ഏറ്റവും നന്നായി ചെയ്യുവാനായിട്ട് നമുക്ക് നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവൻ നമ്മളെ ശക്തീകരിക്കട്ടെ, അവൻ്റെ വചനത്താലും ആത്മാവിനാലും നമുക്ക് പ്രചോദനം നൽകട്ടെ. തുടർന്ന് 2 കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതിനായിട്ട് മാറ്റാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം.